നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ഇവിടെ പറഞ്ഞു നിർത്തി പഞ്ചതന്ത്ര കഥകളെ ഓർക്കുന്നുണ്ടോ? സോമശർമാവ് രാജകുമാരന്മാർക്ക് കഥ പറയുന്നു. നാലാമത്തെ തന്ത്രമായ ലബ്ധനാശം, അത് മനസ്സിലാക്കുന്ന തന്ത്രം മനസ്സിലാക്കുന്നതിനുള്ള കഥ. അപ്പോൾ ഒരു കുരങ്ങനും ഒരു മുതലയും തമ്മിൽ വലിയ കൂട്ടായി. കുരങ്ങൻ കൂട്ടം തെറ്റി വന്നതാണ്. വൃദ്ധനാണ്. മരത്തിൻ്റെ മുകളിൽ, അത്തിമരത്തിൻ്റെ മുകളിൽ അങ്ങ് താമസമായി. അതിലെ പഴുത്ത പഴങ്ങളൊക്കെ തിന്ന് അങ്ങനെ സുഖമായിട്ട് താമസിച്ചു. ആ സമയത്താണ് ഈ മുതലയുടെ വരവ്. വെള്ളത്തിലേക്ക് വീഴുന്ന ഗുളു 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 ശബ്ദം കേട്ട് വരുന്ന മുതലയ്ക്ക് ഇഷ്ടം പോലെ കൊമ്പ് കുലുക്കി ഈ കുരങ്ങൻ അത്തിപ്പഴം അങ്ങോട്ട് വീഴ്ത്തി കൊടുക്കും. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ട് സൗഹൃദമായി, സന്തോഷമായി. രണ്ടാളും കുറേ നാളായി ഇങ്ങനെ സുഖമായിട്ട് താമസിക്കുന്നത്. അപ്പം ഈ മുതല ആൺമുതലയാണ്. ശംഖുമാരൻ എന്നാ പേര്. ശംഖുമാരൻ്റെ ഭാര്യയാണ് ശംഖുമാരി. വീട്ടിൽ കാത്തിരിക്കുക. ഭർത്താവ് വീട്ടിൽ ചെല്ലില്ല. എന്താണോ അന്വേഷിക്കാണ്ട് പറ്റുമോ? അങ്ങനെ കൂട്ടുകാരൊത്ത് അന്വേഷിച്ചപ്പോൾ പുഴയുടെ തീരത്ത് നിൽക്കുന്ന അത്തിമരത്തിൻ്റെ മുകളിൽ ഒരു കുരങ്ങനുണ്ട്. അവർ നോക്കിയപ്പോൾ അത് പെൺകുരങ്ങാന്ന് വെച്ചു. ആ കുരങ്ങനുമായിട്ട് അങ്ങനെ സല്ലപിച്ചിരിക്കുക. അതാ വീട്ടിൽ വരാത്ത. അത് ശരി, അതിന് നല്ലൊരു പറ്റിക്കാണ്ട് പറ്റില്ല എന്ന് തീരുമാനിച്ചു. അവർ തിരിച്ചു പോയി. അവിടെ ചെന്ന കൂട്ടുകാരോട്ട് ആലോചിച്ചിട്ട് ശംഖുമാരി എന്ത് ചെയ്തു? ശംഖുമാരിക്ക് അപ്പടി സുഖം, അപ്പടി രോഗം. അങ്ങനെ മേലൊക്കെ ഉണ്ടട്ടെ കുറേ എണ്ണയൊക്കെ പുരട്ടി കയ്യും കാലും ഒടിഞ്ഞ പോലെയൊക്കെ ഏതാണ്ടൊക്കെ തുണിയൊക്കെ ചുറ്റിച്ചിട്ട് അവിടെ കിടന്നു. എന്നിട്ട് കൂട്ടുകാർ ചെന്ന് അറിയിച്ചു ശംഖുമാരനെ മുതലൻ, ഇയാളുടെ ഭാര്യ അവിടെ സുഖമില്ലാതെ കിടക്കുക, ഒന്നും നോക്കൂ, തന്നെ എത്ര ദിവസമായി വീട്ടിൽ വന്നിട്ട്. അവരിപ്പോൾ ഏതാണ്ട് മരിക്കേണ്ട ലക്ഷണമാണ്. വേഗം ശംഖുമാരൻ ഒരു കൊട്ട നിറയെ പഴങ്ങളും കൊണ്ട്, അത്തിപ്പഴം കൊണ്ടാണ് വിളിച്ചു. അവിടെ ചെന്നപ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര സുഖം. വൈദ്യനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അവിടെയുള്ള അവരുടെ കൂട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുവന്നു നോക്കി വൈദ്യനെ കാണിച്ചു, എന്താ സൂക്കേടെന്നൊക്കെ അന്വേഷിച്ചു. കിട്ടാത്തൊരു മരുന്നാണ് പറയണേ. ഈ രോഗത്തിൻ്റെ പേരൊന്നുമില്ലാത്ര, പേരറിയില്ലെന്ന്. പേരറിയാത്ത ഈ രോഗത്തിന് കിട്ടാത്തൊരു മരുന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ മരുന്ന് കിട്ടും? മരുന്ന് കഴിക്കേണ്ട സുഖം മാറും, രോഗം മാറും. അപ്പോൾ ശംഖുമാരൻ ചോദിച്ചു, എന്ത് മരുന്നാണ്? എന്താ രോഗം എന്താണെന്നറിയില്ല. മരുന്ന് ദേ അങ്ങ് പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ പറയുക? അല്ല, നമുക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ നോക്കാം. എന്താ മരുന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കുരങ്ങൻ്റെ ഹൃദയം കഷായം വെച്ച് കുടിക്കണം. എവിടുന്ന് കിട്ടും കുരങ്ങൻ്റെ ഹൃദയം? ഏത് കുരങ്ങനാ അപ്പം ഹൃദയം നമുക്ക് തരാൻ പോണേ? എന്നൊക്കെ ശംഖുമാരൻ അത് ശരിയാണ്. കുരങ്ങൻ്റെ ഹൃദയം എടുത്താൽ കുരങ്ങൻ ചത്തുപോയില്ലേ? അത് മനസ്സിലാക്കണം. ഒരു കുരങ്ങനും ഹൃദയം കൊടുക്കില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ബലമായിട്ട് കുരങ്ങനെ കൊന്നെടുക്കണം ഹൃദയം? അതിനിപ്പോൾ ഏത് കുരങ്ങനാണ് നമ്മൾ വിളിക്കുമ്പോൾ ചാവാനായിട്ട് വിടുമോ? അതുമില്ല. അപ്പോൾ ഏതെങ്കിലും കുരങ്ങനെ ചതിയാലെ പിടിച്ച് അവരെ കൊന്ന് ഹൃദയം എടുത്ത് കഷായം വെച്ച് കുടിച്ചാൽ ശംഖുമാരിയുടെ അസുഖമാകും. ശംഖുമാരൻ അപ്പം തോന്നി, ആട്ടെ നിങ്ങൾ അത്തിപ്പഴം തിന്നും എന്നും പറഞ്ഞ് ഈ കൂടെ അങ്ങോട്ട് നീക്കി വെച്ച് കൊടുത്തു. എല്ലാവരും ശംഖുമാരിക്കും കൊടുത്തു. എല്ലാവരും അത്തിപ്പഴം തിന്നു. അത്തിപ്പഴം ഞാൻ ഇനിയും കൊണ്ടുവരാം അത്തിപ്പഴം. അപ്പം ചോദിച്ചു കൂട്ടത്തിൽ, എവിടുന്ന ഈ അത്തിപ്പഴം കിടന്നത്? അത് ആ പുഴയുടെ അക്കരെ ഒരു അത്തിമരം നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൊമ്പ് വെള്ളത്തിലേക്ക് ചാഞ്ഞാൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കുരങ്ങൻ താമസിക്കുന്നുണ്ട്. ആ കുരങ്ങൻ ഞങ്ങൾ തമ്മിൽ വലിയ കൂട്ടുകാരാണ്. അപ്പം എനിക്ക് ഈ കൊമ്പ് കുലിക്ക് അത്തിപ്പഴം ഇട്ട് തരുമ്പോൾ ഞാനതൊന്നും അവിടെ സുഖമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഇങ്ങോട്ട് പോന്നപ്പോൾ ഞാൻ ഒരു കൊട്ട നിറയെ കൊണ്ടുവന്നതാണ്. അത് ശരി, നല്ല സ്വാദുണ്ട് കേട്ടോ, മധുരമുള്ള അത്തിപ്പഴം. ഇതൊന്നും ജീവിക്കുന്ന കുരങ്ങനെ ഒന്ന് കാണാമായിരുന്നല്ലോ എന്നിങ്ങനെ ശംഖുമാരിയുണ്ട്. അപ്പോഴാണ് ഞാൻ വിളിച്ചോണ്ട് വരാം. അപ്പോഴാണ് ശംഖുമാരന് ഉള്ളിലൊരു ഉരുട്ട് ബുദ്ധി തോന്നി. തൻ്റെ ഭാര്യയ്ക്ക് കാണണമെന്നും പറഞ്ഞ് ആ കുരങ്ങനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നാൽ ഇവിടെ കൊണ്ടുവന്ന് അവനെ അങ്ങോട്ട് കൊന്ന് ഹൃദയം അങ്ങോട്ട് എടുത്ത് കഷായം വെച്ച് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ അവരുടെ സുഖരൂപമാണ്. നല്ല പണിയാണ് എന്ന് കരുതി വേഗം ശംഖുമാരൻ, ഒന്ന് വൈകിട്ട് വരട്ടെ, ഒരു അത്തിപ്പഴമൊക്കെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പോയി. അവിടെ ചെന്നു കുരങ്ങനെ വിളിച്ചു. കുരങ്ങനോട് പറഞ്ഞു, ആകെ ദുഃഖിച്ചിരിക്കുക, ദുഃഖം അഭിനയിച്ചു പോകണം, ഒന്നും പറയേണ്ട ചങ്ങാതി, വീട്ടിലുള്ളവർക്കൊക്കെ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു. കുരങ്ങൻ, എന്ത് സുഖം?
പറയാൻ പറ്റാത്ത പേര്, എന്താണെന്നറിയാൻ പറ്റാത്തൊരു രോഗം വന്ന് കൂടിയേക്കുക എൻ്റെ ഭാര്യയ്ക്ക്. അയ്യോ അതെന്താ എന്നിട്ട് ചികിത്സ പറ്റിയില്ലേ? ചികിത്സയ്ക്കുണ്ട്, എന്ത് മരുന്ന് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് വൈദ്യം പറയുന്നത്. അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. അവസാനമായിട്ട് അവൾ ഒരാഗ്രഹം പറഞ്ഞു. ഞാൻ 5-6 അത്തിപ്പഴം കൊണ്ടേയില്ലേ അത് തിന്നു കഴിഞ്ഞപ്പോൾ, ഈ അത്തിപ്പഴമൊക്കെ നമുക്ക് തന്ന ആ നല്ലവനായ കുരങ്ങനെയല്ലേ എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്നൊരു മോഹം പറഞ്ഞു എന്നോട്. അങ്ങൊന്ന് എൻ്റെ കൂടെ വരാമോ എൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ കുരങ്ങൻ ആലോചിച്ചു, ഓ പാവം ശംഖുമാരി, പ്രായമായി ഇപ്പോൾ വയ്യാണ്ടുമായി സൂക്കടായി കിടക്കുന്ന അവൾക്ക് ഒന്ന് കാണാനല്ലേ, ഒന്ന് പോയിക്കളയാം, കുറച്ച് അത്തിപ്പഴവും കയ്യിലെടുക്കാമല്ലോ എന്ന് കരുതി ഞാൻ വരാം. അങ്ങ് വന്നാൽ അവൾ മരിക്കണേന് മുമ്പ് അങ്ങേ കണ്ടോട്ടെ എന്ന് പറഞ്ഞു. ശരി ഞാൻ വരാം എന്നും പറഞ്ഞ് മുതലയുടെ പുറത്ത് കയറിയിരുന്നു കുരകൻ. എന്നിട്ട് പോവുക, പുഴയിലൂടെ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുക, അക്കരയ്ക്ക് പോകണമല്ലോ. അങ്ങനെ നീന്തി ഏതാണ്ട് കുറച്ചും കൂടി പോന്നു കഴിഞ്ഞപ്പോൾ തമ്മി വർത്തമാനം പറഞ്ഞപ്പോൾ മുതലയുടെ വായിൽ നിന്ന് തന്നെ അറിയാതെ ഒരു അബദ്ധം പറഞ്ഞു. എന്തെല്ലാം മരുന്ന് കൊടുത്തിട്ട്, അപ്പം മരുന്നൊക്കെ ഇല്ലേ ഇപ്പോൾ ഭരിക്കുന്നത്? മരുന്നുണ്ട്. എന്ത് മരുന്ന് കൊടുത്തിട്ടാണ്? അറിയാത്ത രോഗത്തിന് കിട്ടാത്തൊരു മരുന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താത് കിട്ടാത്ത മരുന്ന്? നമുക്കൊന്ന് അന്വേഷിക്കാമല്ലോ. കിട്ടാത്ത മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുരങ്ങൻ്റെ ഹൃദയം എടുത്ത് കഷായം വെച്ച് കുടിക്കണം എന്നാണ് പറഞ്ഞേക്കണേ. ഓഹോ അങ്ങനെയാണോ? അത് ശരി, അതിനൊന്ന് ശ്രമിക്കാമല്ലോ. അങ്ങനെ ശ്രമിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് മുതല നീന്തുക. കുരങ്ങൻ അപകടം മണത്തു. തന്നെ ഈ പിടിച്ച് നല്ല വാക്ക് പറഞ്ഞ് പുറത്ത് കയറ്റി കൊണ്ടുപോവുക മുതലയുടെ വീട്ടിലേക്ക്. അവിടെ ചെന്ന് തന്നെ അങ്ങോട്ട് കൊന്ന് തൻ്റെ ഹൃദയം എടുത്ത് കഷായം വെച്ച് ഭാര്യയ്ക്ക് കൊടുക്കാനാണ് കൊണ്ടുപോകണമെന്നുള്ള കാര്യം മനസ്സിലായി. ഊട്ടാൻ തന്നെ കുരങ്ങൻ ഒരു സൂത്രം പ്രയോഗിച്ചു. അയ്യോ തനിക്ക് ഈ വിവരം എന്നോട് ഇത്തിരി നേരത്തെ പറയാഞ്ഞില്ലേ? അതെന്തപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹൃദയം തന്നേനെ. ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. അത് ആത്തിമരത്തിൻ്റെ മുകളിൽ വച്ചേക്കുക. അതെടുത്തുകൊണ്ട് വന്നെങ്കിൽ വല്ല വിഷമമുണ്ടോ? അത് മരുന്ന് ഭാര്യയ്ക്ക് കൊടുത്ത സൂക്കേട് മാറിയല്ലേ. മണ്ടനായ മുതല അതങ്ങോട്ട് വിശ്വസിച്ചു. നമുക്ക് തിരിച്ചു പോയാൽ അത് എടുത്തുകൊണ്ട് വരാൻ പറ്റുമോ? പിന്നെന്താ, അവിടെ ചെന്നാൽ ഞാൻ പച്ചക്കറി ഇങ്ങോട്ട് എടുത്ത് പോരല്ലേ വേണ്ടൂ. അത്ര അധികം വൈകിട്ടൊന്നുമില്ല, അധികം ദൂരം ഇങ്ങോട്ട് വന്നില്ലല്ലോ നമ്മൾ. ഒന്ന് തിരിച്ചു പോവുകയാണെങ്കിൽ ആ ഹൃദയം എടുത്ത് പോരാം. വേഗം മുതല തിരിഞ്ഞ് കരയിലേക്ക് അങ്ങോട്ട് നീന്തി കരയോടടുക്കാറാവണ വരെ കുരങ്ങൻ പിന്നെ ആലോചിച്ചു എങ്ങനെ രക്ഷപ്പെടണം. കരയിലേക്ക് അങ്ങോട്ട് എത്താറ വഴിക്ക് വേഗം മുതലയുടെ പുറത്തു നിന്ന് ഒറ്റച്ചാട്ട മരത്തിൻ്റെ കൊമ്പിലേക്ക് അവിടെ പിടിച്ചു. നേരെ മുകളിലേക്ക് കയറിപ്പോയി. ഇപ്പം കൊണ്ടുവരാട്ടോ എന്നും പറഞ്ഞ് അങ്ങോട്ട് കയറിപ്പോയി. മുതൽ അവിടെ അങ്ങനെ നിൽക്കുക. ഹൃദയം കൊണ്ട് ഇപ്പോൾ വരും കുരങ്ങനിപ്പോൾ വരുന്നേ. ഹൃദയം കൊണ്ട് കുറച്ച് കഴിഞ്ഞ് കണ്ടില്ല. അതൊക്കെ വിളിച്ചു, ചേട്ടച്ചാരെ ഒന്ന് വരൂ, ആ ഹൃദയം എടുക്കാൻ അത്ര അധികം നേരം വേണം, ഒന്ന് ഇറങ്ങി വരൂ. അപ്പോൾ വേഗം ആ മരത്തിൻ്റെ മുകളിൽ ഒന്നും കേട്ടപ്പോൾ അവൻ അടിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വരണം മട്ടൊന്നും കാണാനില്ല. താൻ എന്ത് പണിയാടോ, ഇത്ര അധികം സമയം ഒരു ഹൃദയം എടുത്തുകൊണ്ട് വരാൻ? ആ ഹൃദയം എടുത്തുകൊണ്ട് വരൂ, നമുക്ക് പോവുക എന്ന് പറഞ്ഞു. അപ്പം കുരങ്ങൻ അവിടെ ഇരുന്ന് വിളിച്ച് പറഞ്ഞു, എനിക്കേ ഹൃദയം എൻ്റെ ഉള്ളിലാണ് ഹൃദയം. ഈ ഹൃദയം എടുക്കണമെങ്കിൽ ഞാനങ്ങ് മരിക്കണം. താൻ എന്നെ കൊണ്ടുപോയത് വീട്ടിൽ ചെന്ന് കൊന്ന് ഹൃദയം എടുക്കാനല്ലേ? എനിക്ക് മനസ്സിലായി. ഞാനതാടോ തന്ത്രം പ്രയോഗിച്ച് രക്ഷപ്പെട്ടെ. ഇതാണ് ലബ്ധനാശം. കിട്ടി, പക്ഷെ പോയി. അതുകൊണ്ട് ഞാൻ വരണില്ല. എൻ്റെ ഹൃദയവും ആയിട്ട് ഞാൻ ഇവിടെ ജീവിച്ചോളാം. ഇത്ര നാൾ അത്തിപ്പഴം തിന്നില്ല, നാളെ തൊട്ട് ഞങ്ങൾ വരണ്ട കേട്ടോ. ഒരൊറ്റ അത്തിപ്പഴം നാട്ട് വരില്ല. ഇതും കണ്ടും ഇങ്ങോട്ട് വരണ്ട, ചതിയല്ലേ കയ്യിലിരിക്കണത് എന്നും പറഞ്ഞ് കുരങ്ങൻ തൻ്റെ അത്തിമരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് വിശ്രമിച്ചു. മുതല കുറേ നേരം എടോ തന്നെ വെറുതെ പറയുന്നതാ, തന്നെ കൊല്ലാനല്ല, എന്നാൽ ഞാൻ പറയുമായിരുന്നോ, അങ്ങനെ ഇങ്ങനെ പലതും പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. കുരങ്ങൻ ഇറങ്ങി വന്നതുമില്ല. മുതല കുറച്ചു നേരം നിന്ന് മുതലയുടെ പാട്ടിൽ പോയി. അത്ര തന്നെ. ഇതാണ് കഥ. പഞ്ചതന്ത്രത്തിലെ 4ാമത്തെ തന്ത്രം.
ലബ്ധനാശം എന്നുള്ള കഥയാണിത്. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. എത്ര രസകരമാണ് പഞ്ചതന്ത്രം കഥകൾ, നിങ്ങളൊന്ന് കേൾക്കുന്നേ. എല്ലാവർക്കും നന്ദി.